നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പ് ഓൺ ടൈമിൻ്റെ കശ്മീർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ കൊണ്ടായിരുന്നു നിർത്തിയിരുന്നത് കേട്ടോ. നമ്മൾ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മിലിറ്ററിക്കാരുടെ ക്യാമ്പും അതുപോലെ വാനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, ഏതാണ്ട് 6 ഡിഗ്രി അടുത്ത് പുറത്ത് നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറേ നേരം ട്രെയിൻ പിടിച്ചിടിയിലും ചേഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു ലാഗ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ തൊപ്പിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ട്രെയിൻ ഓടുമ്പോഴത്തേക്കും കാറ്റടിച്ചിട്ട് നല്ല തണുപ്പ് ട്രെയിനിനകത്തേക്ക് ഇടിച്ച് കയറുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ മുഴുവനും ഗ്രാമപ്രദേശങ്ങളാണ്. കൃഷി ചെയ്തും മറ്റും ജീവിക്കുന്ന ആളുകളാണ് കാശ്മീരിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ കൂടുതലും തരിശ് ഭൂമികൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. വേനലിൻ്റെ ആണെന്ന് തോന്നുന്നു. കാര്യം ക്ലൈമറ്റ് നല്ല രാവിലെ തണുപ്പുണ്ടെങ്കിലും മരങ്ങളെല്ലാം ഇല പൊഴിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ഓൾ ഇന്ത്യ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ ഇരു സൈഡുകളിലുമായിട്ട് ഏറ്റവും കൂടുതൽ ചേരികൾ ഉള്ളതായിട്ട് കാണാം. കാശ്മീരിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. ജമ്മു താവിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ട്രെയിൻ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് കണ്ട കാഴ്ചയാണ് ഒരു കംപ്ലീറ്റ് ചേരി പ്രദേശം. അവിടെ ആളുകളെല്ലാം തിങ്ങിപ്പാർക്കുന്ന വീടുകളും ഷെഡും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കുറേ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ആലോചിച്ച് കാശ്മീരിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. ഏതായാലും എല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ കാണുന്ന ചെടി കണ്ടോ, നമ്മുടെ കഞ്ചാവിന് സമാനമായിട്ടുള്ള ചെടിയാണ്. ഇനി കഞ്ചാവിൻ്റെ ആണോ എന്നുള്ളത് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കഞ്ചാവ് പോലെ തന്നെയാണ്. ഇവിടെ 2 പോത്തോ എരുമയോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മളങ്ങനെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ട് സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്നു. നമ്മൾ പിന്നീട് ഈ യാത്രയിൽ എങ്ങും ഈ ഒരു കാഴ്ച കാണാനിടയായിട്ടുണ്ടായില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇത്രയധികം വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടുള്ളത്. ഏതായാലും ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ജമ്മു താവിയിൽ വന്ന് ഇറങ്ങി. നമ്മൾ ജമ്മു താവിയുടെ ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ നേരം ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മുടെ ലോക്കോ പൈലറ്റ് കണ്ടുകൊണ്ടാവാം പുള്ളി നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് പോയത്. ആ വണ്ടി ഇനി പോകുന്നത് കട്ര എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വൈഷ്ണവ് മാത ടെമ്പിൾ എന്ന സ്റ്റേഷനാണ് കട്ര എന്ന് പറയുന്ന സ്റ്റേഷൻ. സെയിം പേര് തന്നെയാണ് രണ്ടും. ആ സ്റ്റേഷൻ വരെ ആ ട്രെയിനുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിയാലും ശ്രീനഗറിലേക്ക് പോകാം, ജമ്മു താവിയിൽ ഇറങ്ങിയാലും പോകാം. നമ്മൾ ഏതായാലും ജമ്മു താവിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ അവിടെ നിന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് ഫുള്ള് കട്ടായി എന്നുള്ളതാണ്. പത്താൻകോട്ടിൽ വന്നതിന് ശേഷം നമുക്ക് പോസ്റ്റ് പെയ്ഡ് സിം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് 3 ദിവസത്തെ ട്രാവലിംഗ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ശ്രീനഗറിലേക്ക് പോയി ചെന്ന് റൂം എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി നമുക്ക് സിം കാർഡിൻ്റെ കാര്യം നോക്കണം. നമുക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നമുക്ക് സിം കാർഡ് വർക്കിംഗ് അല്ല. നിങ്ങൾ കാശ്മീർ പോകുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെറ്റ്വർക്കാണ്. പത്താൻകോട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സിം കാർഡ് കംപ്ലീറ്റ് ഡിസ്കണക്റ്റ് ആവും ഓട്ടോമാറ്റിക്കലി. കാരണം നമ്മുടെ ഡിഫൻസിൻ്റെ സെക്യൂരിറ്റി റീസണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഒന്നുകിൽ നമ്മുടെ നാട്ടിൽ നിന്നും പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് എടുത്തുകൊണ്ട് പോകണം, അതവിടെ യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പ്രീപെയ്ഡ് സിം ആക്ടിവേഷൻ ആക്കി എടുക്കാം. ഇതിപ്പോൾ കാണുന്ന ജമ്മു താവി റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ഇഷ്ടംപോലെ ബായിമാർ സിം കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് സിം ആക്ടിവേഷൻ ആക്കി തരും അവർ. ജിയോയും BSNL-ഉം എയർടെല്ലും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് എല്ലാത്തിനും നെറ്റ്വർക്ക് കൊണ്ട് ഞങ്ങൾ ജിയോ ആണ് എടുത്തത്. ശ്രീനഗറാണെന്ന് പക്ഷേ നമ്മളോട് പറഞ്ഞാൽ മതി. ശ്രീനഗറാണ് പറഞ്ഞാൽ പക്ഷേ നമുക്കിപ്പോൾ ഇവിടുന്ന് ബനിഹാൽ വരെ ഉള്ളൂ. ബനിഹാൽ വരെ 600 രൂപയാണ് ചാർജ്. ശ്രീനഗർ വരെ അവർ 700 പറഞ്ഞിട്ട്. പക്ഷേ ശ്രീനഗറിൽ ഇപ്പോൾ റോഡ് ബ്ലോക്ക്ഡാണ്. അപ്പോൾ അതായത് ബനിഹാൽ ടു ശ്രീനഗർ റോഡ് ബ്ലോക്ക്, ലാൻഡ് സ്ലൈഡ് വന്നിട്ട് മൊത്തം ബ്ലോക്കായി കിടക്കണം. അപ്പോൾ അതുകൊണ്ട് രക്ഷയില്ല. സോ നമ്മൾ ഇതിൽ കയറി നേരെ ബനിഹാലിലേക്ക് പോയിട്ട് ബനിഹാലിൽ നമ്മൾ ട്രെയിനിന് നേരെ ശ്രീനഗർ പോകും. ഇവിടുന്ന് 158 കിലോമീറ്റർ ഉണ്ട് ബനിഹാൽ വരെ. ഈ വണ്ടിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ബാഗെല്ലാം മേളിൽ കയറ്റി പുള്ളി പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ.
കാര്യം ഓൾറെഡി റോഡ് ബ്ലോക്ക്ഡ് ആണെങ്കിലും നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം മുകളിൽ വെച്ച് കെട്ടി. ഇല്ലെങ്കിൽ സമയത്ത് ചിലപ്പോൾ വണ്ടി നമുക്ക് കിട്ടിയില്ല. കാരണം ഓരോ വണ്ടികളെല്ലാം ഇങ്ങനെ വലയെ കിടക്കുവാണ്. ഓക്കെ, നമ്മൾ അതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഷോപ്പിൽ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ ഒന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അത്യാവശ്യം നല്ല വലിയ ലാൻഡ് സ്ലൈഡാണ്. അപ്പോൾ റോഡ് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ശ്രീനഗറിലേക്കുള്ള കംപ്ലീറ്റ് റോഡും ബ്ലോക്കായി കിടക്കുവാണ്. നമുക്ക് ബനിഹാൽ വരെ എത്താൻ സാധിക്കും. ബനിഹാലിലെത്തിയാൽ പിന്നീട് അവിടുന്ന് ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറിയാൽ നമുക്ക് ഈസി ആയിട്ട് ശ്രീനഗറിലേക്ക് ചെല്ലാം. അതാണ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നമ്മൾ ബനിഹാലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പിറ്റേ ദിവസമാണ്, അതായത് ജമ്മു താവിയിൽ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. കാരണം ജമ്മു താവിയിൽ വന്നിറങ്ങിയ ദിവസം രാത്രി നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ട്രാവലർ രാത്രി 12 മണിയായപ്പോഴത്തേക്കും ഫാൻ ബെൽറ്റ് പൊട്ടി കംപ്ലൈൻ്റായി റോഡിൽ സ്റ്റക്കായി. രാത്രി 12 മണി മുതൽ വെളുപ്പിന് 7 മണി വരെ നമ്മൾ ശ്രീനഗറിൻ്റെ തണുപ്പിൽ കിടന്ന് ട്രാവലറിൽ കിടന്നുറങ്ങി കേട്ടോ. എന്നിട്ട് വെളുപ്പിനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ച് കൈ കാണിച്ചിട്ടാണ് അവിടെ നമ്മൾ ബനിഹാലിലേക്ക് വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പാണ് സ്റ്റക്കായത്. അപ്പോൾ പിന്നീട് ബനിഹാലിലേക്കുള്ള യാത്രയിലുള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. രാത്രി കംപ്ലീറ്റ് നമ്മൾ ക്ഷീണം കൊണ്ട് ആ വണ്ടിയിൽ കിടന്നുറങ്ങിപ്പോയി കേട്ടോ. നമ്മളേതായാലും കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങിയാണ്. 3-3.5 ദിവസം നമ്മൾ ട്രെയിനിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ട്രാവലറിൽ കയറി. ആ രാത്രി ട്രാവലർ കംപ്ലൈൻ്റായി സ്റ്റക്കായി. 12 മണി രാത്രി തൊട്ട് വെളുപ്പിനെ 6 മണി വരെ നമ്മൾ ഈ ട്രാവലറിൽ കിടന്നുറങ്ങി കേട്ടോ. എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. വലിയ മലനിരകളാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മഞ്ഞുരുകി കിടക്കുന്ന കാഴ്ച. അതിന് താഴെയായിട്ട് ഒരുപാട് കാശ്മീരി സ്റ്റൈലിലുള്ള വീടുകൾ, വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ, പല നിറങ്ങളിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ള കാഴ്ച. ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഈ കാഴ്ചകളെല്ലാം തന്നെ ഉണ്ടല്ലോ, ഞാൻ എത്രയെല്ലാം വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ നേരിട്ടൊന്ന് കാണുന്നതിനേക്കാൾ ഫീല് വേറൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ കേരളത്തിൽ നിന്ന് ഹിമസാഗർ പോരുന്നുണ്ട്. നല്ല ദിവസം നോക്കി ആ വെള്ളിയാഴ്ച അതിൽ കയറിയിരിക്കുക, ടിക്കറ്റ് എടുക്കുക, നേരെ കാശ്മീരിലേക്ക് പോരുക. അവിടെ നിന്ന് ടിക്കറ്റ് പോലും എടുക്കാതെ നമ്മുടെ ജനറൽ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട്സിനെ ഞങ്ങൾ ഗുൽമർഗിൽ വെച്ച് കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ വിചാരിച്ച് നടക്കാവുന്ന കാര്യങ്ങളുള്ളൂ. കേരളത്തിലെ കോട്ടയം ജില്ലയിലുള്ള ഞാൻ ഒരു സാധാരണക്കാരനായി എനിക്കിതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ യാത്രകളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക. കാശ്മീരൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് പറയണം. കാരണം നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഡിഫൻസും മിലിറ്ററിയൊക്കെ ഇത്രയധികം സപ്പോർട്ട് ഇവിടെ തരുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കാണണം കേട്ടോ. കൂടാതെ ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണേ. കാര്യം നമുക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും അഭിപ്രായങ്ങളും അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റാണ്. എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ള കംപ്ലീറ്റ് എപ്പിസോഡും ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ബനിഹാലിൻ്റെ കാഴ്ചകളും മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.